നമ്മളൊരു ഫിഷ് മോളി ഉണ്ടാക്കാൻ പോയി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു 3 ബ്ലൂ വരാഹു മീൻ മേടിച്ചിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന മീനാണ്. അതൊരു ഏകദേശം ഒരു 800-900 ഗ്രാം കാണും ഒരെണ്ണം കേട്ടോ. അങ്ങനത്തെ 3 മീൻ മേടിച്ചിട്ടുണ്ട്. അത് ഇത് ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞാണ് തന്നത്. ഇനിയും മുള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി കട്ട് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് വരാം. അപ്പോൾ നമുക്ക് മീൻ വറുക്കാനായിട്ട് ഈ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിനകത്ത് മുക്കി വറുത്തെടുക്കണം. മുട്ടയിലും പൊടിയിലും മുക്കി വറുത്തെടുക്കണം. അതിനായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മുട്ടയിലേക്കൊരു നുള്ളുപ്പ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പൊടികളായിട്ട് ഇവിടെ കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഈ ഫിഷ് മോളിലേക്കുള്ള ഫിഷിൻ്റെ ഒരു കോട്ടിങ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഇത് പൊടി എടുത്തത്. ഈ പൊടിയിലേക്ക് കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കാം. ഓക്കെ, കുറച്ച് മതി, കൂടിപ്പോയത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ദേ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീനെടുത്ത് ഇടാം ഇതിലോട്ട്. പെരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇങ്ങനെ എടുക്കുക, പൊടിയിൽ മുക്കുക. എന്താ പൊടിയിൽ മുക്കിയിട്ട് ഈ മുട്ട മിക്സ് ചെയ്ത് വെച്ചേക്കണം ഇതിലോട്ട് ഒന്നിടുക. സെറ്റായി. ഇനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ അടുത്തടുത്തുണ്ട് വരും. മീനിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിടാം. മറിച്ചിടാൻ പറഞ്ഞാൽ മീനിനെ മറിച്ചിടാം.
എടുത്ത് മാറ്റി. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞ് ഇനി നമുക്ക് അതെടുത്ത് പ്ലേറ്റിലോട്ട് ഇടാം. ഈ ഒരു പരി പോകുമ്പോൾ മീൻ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ പീസും വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മോൾ സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതേ ഉരുളിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്തിരി പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എന്താണെന്ന് പറഞ്ഞാൽ ഈ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിയാതെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളതുകൊണ്ട് ഉരുളിയിലാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിന് എണ്ണ ചൂടാട്ടെ. എണ്ണ ചൂടായി അതിലോട്ട് കുറച്ച് ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, പട്ട, തക്കോലം ഇതെല്ലാം ഇട്ട് കൊടുക്കും. ആ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന നേരത്ത് കുറച്ച് സവാള, വേപ്പില, ഒരു 4-5 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണം എല്ലാം ഇട്ട് കൊടുക്കാം. നന്നായി വാട്ടിയെടുക്കാം. ഈ കറി ഉണ്ടാക്കിയുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം എരിവ് കുറവായിരിക്കും. അത് കാരണം അവർ കഴിച്ചോളും. ബാക്കി മീൻ കറിയോ എന്തെങ്കിലും വെച്ചാലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഏരിയയിൽ ആലപ്പുഴ, എഴുപുന്ന ആ ഏരിയയിലൊക്കെ കരിമീൻ കൊണ്ടാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. അത് അടിപൊളി ടേസ്റ്റാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇവിടെ കിട്ടിയതല്ല. ഇതൊരു 80% ഒക്കെ വാടിയാൽ മതി കേട്ടോ. കഴിയുമ്പോൾ നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. തീ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മസാല, ഗരം മസാല. അത് 2 ഉള്ളു കറക്റ്റ്. അതങ്ങനെ ചെയ്യും. ഇപ്പോൾ ന്യൂസിലൻഡിലെ ബ്ലൂ വരാഹു കൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ല. പിന്നെ ബ്ലൂ വരാഹു എന്ന് പറഞ്ഞാൽ ഇതൊരു 3 ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. ബ്ലൂ വരാഹു, സിൽവർ വരാഹു, വൈറ്റ് വരാഹു. അതിൽ ബ്ലൂ വരാഹു ആണിത്. നമുക്ക് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടിയും മസാലയും. അപ്പോൾ ഈ മസാല ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 2-ാം പാല് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടി മൂത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലാസ്റ്റ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് മീനങ്ങ് പെറുക്കി ഇട്ട് കൊടുക്കാം.
ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, സ്മെല്ലൊക്കെ ഇത് ഇളക്കരുത് കേട്ടോ, ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. ഇതിങ്ങനെ പൊക്കുക, ഒരു കറക്കുക, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഇനി നമുക്ക് 1-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതേ നമ്മുടെ 1-ാം പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞ് ഒരു തിള വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. 2-3 സാധനങ്ങളൊക്കെ ഇട്ട് അതെ, കുറച്ച് കിസ്മിസ് ചെതറിയിട്ട് നെയ്യിൽ വറുത്തെടുത്താണ് കേട്ടോ കിസ്മിസും അണ്ടിപ്പരിപ്പും. അപ്പോൾ നമ്മൾ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇട്ട് പിന്നെ ഇത് കുറച്ച് പാസ്ത വേവിച്ച് വെച്ചിരുന്നത്, നാട്ടിലെ മക്രോണി എന്ന് പറയുന്ന സംഭവം, അതും കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒരു ഇതിലൂടെ രസമാണ്. ഇനി ഇത് വട്ടത്തിലരിഞ്ഞ തക്കാളി, അവനെയും കൂടെ അങ്ങോട്ട് നിരത്തി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. സംഭവം അങ്ങോട്ട് അങ്ങനെയുണ്ട്. സെറ്റല്ലേ? ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് വാടിക്കിട്ടും. സംഭവം കഴിഞ്ഞ് ഇനി ഇതിൻ്റെ കൂടെ അപ്പം ഉണ്ടാക്കി ടേസ്റ്റ് നോക്കാം. നമ്മുടെ ഫിഷ് മോളി നമുക്ക് തുറന്നു നോക്കാം. അപ്പം അത് അപ്പത്തിൻ്റെ കൂടെ ഒരു കഷ്ണം എടുത്ത് നോക്കാം. അപ്പോൾ ഫിഷ് മോളിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി സംഭവം. ഫിഷ് മോളി ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.